ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ ആണ് ഇറക്കുന്നത്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും പറയാൻ നേരമില്ല ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മുണ്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി പോണത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ബാക്കിയൊക്കെ കാണട്ടാ, ഈ സാധനം കട്ട് ചെയ്ത് കളയാണ്ട് നേരെ വൈകിക്കണ് 8 മണിക്കാണ് നിസ്കാരം കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. അപ്പോൾ എല്ലാവരുടെയും ഈദ് മുബാറക് പറഞ്ഞ വീഡിയോ ആണ് കേട്ടോ. ഈദ് മുബാറക്, ഈദ് മുബാറക്. നമ്മളെ ന്യൂരിച്ചാതും നമ്മളെല്ലാവരും പോയിക്കിട്ട് നമ്മൾ സീനിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീൻ ഇപ്പോഴും വന്നിട്ടില്ല. നമുക്ക് വേഗം പോകണം, നിസ്കരിക്കണം. ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാ മുണ്ടെടുക്കണല്ലേ. മുണ്ട് സീന് നടക്കുന്നു. ഐസ് ഞാൻ മുണ്ടെടുത്തിരുന്നിട്ടാ ഞാൻ ഒഴിവാക്കി. കാരണം അത് ഇട്ടിട്ടൊരു ഒരു ഉറപ്പാങ്ക് കിട്ടണില്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. അത് നമ്മളെ പള്ളിക്കൽ ഇങ്ങനെ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെല്ലാ പ്രാവശ്യം നേരം വൈകിട്ട് വരുള്ളൂ, അതെന്താണെന്നറിയില്ല. നിൽക്കുന്നു സാക്കിർ നിങ്ങളിങ്ങനെ എൻ്റെ കറക്റ്റ് സമയത്തേക്ക് അറമ്മൽ ഫുൾ ടീമിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ ഇതിൽ നോമ്പും കഴിഞ്ഞ അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞിട്ടാ. പെരുന്നാൾ നിസ്കാരം പെട്ടെന്ന് കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് കഴിയല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പെരുന്നാൾ നിസ്കാരം ആകെ 2 റക്അത്തല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് തീരല്ലോ. അങ്ങനെ ഒരു സ്പീഡ് പിടിച്ച നിസ്കാരം ഇരുന്നിട്ട് എല്ലാം കയറിയിരിക്കുന്നു. വണ്ടി എടുത്ത് വീട്ടിൽ പോട്ടെ. എല്ലാ വർഷവും ചെയ്യണ പോലത്തെ പ്രവർത്തിക്ക് നമ്മൾ വീണ്ടും ചെയ്യാൻ വേണ്ടി പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെറ്റാക്കി വേണ്ടി പോട്ടെ. സീന നടക്കുന്നു. ആശിറിനെ കാണി, ആശിർ വ്ളോഗ് എടുക്കുന്നുണ്ട്. ആശിർ ബാക്കിക്ക് നീങ്ങിപ്പോയി. ഇതെന്താ ഇവന്റെ മുണ്ട് ഇങ്ങനെ ഡ്രസ്സൊന്നും മാറാത്തത്? എന്താ പെട്ടിട്ടിരിക്കണത്? ഡ്രസ്സ് മാറി പോയിട്ട്. എല്ലാ വർഷവും ഞാൻ വിചാരിക്കും ഇതിന് കുറച്ച് നേരത്തെ നീച്ചിട്ട് പള്ളിയിൽ പോകണം എന്നൊക്കെ കേട്ടാ. കുറേ കാര്യങ്ങൾ പറയണുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ കാര്യങ്ങളും മറന്നു പോയിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും ആദ്യം നമ്മൾ വിളിക്കാൻ വേണ്ടി വരെ സോലി കേട്ടാ. സോലീനെ ഗൈസ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പെരുന്നാളിന് സോലീനെ മിസ് ചെയ്യും, അതുപോലെ തന്നെ അക്കീമിന്. ഇവർ രണ്ടാളും ഫോട്ടോ ഫ്രെയിമാണ്. ഇവർ രണ്ടാളും ഇങ്ങനെ മാറി മാറി കുറേ ഫോട്ടോസ് എടുക്കും. എന്നിട്ട് ഏത് ഫോട്ടോ സ്റ്റാറ്റസ് ഇടും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഉടായിപ്പ് ഫോട്ടോ കൊണ്ടിട്ട് സ്റ്റാറ്റസ് ഇടും. എന്തായാലും അവർക്ക് ഈദ് മുബാറക് ആശംസകൾ. ഒരു നമ്മളെ വ്ളോഗ് എന്തായാലും കാണും, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ട് ഞാൻ പള്ളിയിൽ പോണ സമയത്ത് പാൻറ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അത് പോയി മാറ്റിയിട്ട് പോയിട്ട് അതിൻ്റെ ശേഷം മുണ്ടെടുത്തിട്ട് നല്ല 2-4 ഫോട്ടോ എടുക്കട്ടെ പോയിട്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ പെരുന്നാൾക്ക് മാത്രം ഇപ്പോൾ ഫവാസിനെ കാണുന്നത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈദ് മുബാറക്. എന്താ പാട്, സുഖല്ലേ? കല്യാണം എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കേട്ട് ഞാൻ. അത് സത്യമാണോ? എന്താണ് കല്യാണം? മെയിലി. അപ്പൊ ഹാപ്പി മാരിഡ് ലൈഫ്, അഡ്വാൻസ് ഹാപ്പി മാരിഡ് ലൈഫ്. ഇൻഷാ അല്ലാഹ്. എന്താണ് ഇതായിട്ട് പരിപാടി? ഒന്ന് തടിച്ചു കിട്ടാ, തടിച്ച പോലെ ഉണ്ട്. ഇവനെ വന്നിട്ട് കണ്ടില്ലല്ലോ. ഞാൻ കാണുന്നുണ്ട് ഇടക്ക്. നമ്മളിങ്ങനെ ഇടക്ക് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫവാസിനെ കാണുന്നുണ്ട് കേട്ടോ. ഫവാസ് എല്ലാം വരുന്നതൊക്കെ നമ്മളെടുത്ത് വരുന്നതായിരിക്കും. നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് പുതിയങ്ങാടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നൊരു സിറ്റ് ഉണ്ടായിട്ടില്ല. പനി ആയതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ വയ്യ. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. മുണ്ടെടുത്ത ആൾക്കാരൊരു ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫവാസ് കുട്ടി ഫോട്ടോ എടുക്കണം. ഇന്നത്തെ ഈദ് വ്ളോഗ്. പിന്നെ ഒരുപാട് നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കിയിരിക്കുന്നു. നമ്മളെ സിനും അതുപോലെ തന്നെ റോഷനും കൂടെ കൂടിയിട്ട് നല്ല നല്ല ഫോട്ടോസ് ഇട്ട് തന്നിരിക്കുന്നു. എന്തില്ല കട്ടിസാറാ ഫോട്ടോ കിട്ടിയത്. എൻ്റെ ഫോട്ടോ ഞാൻ ഒന്നും കൊടുത്തരാം. നമ്മളെ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആട്ടോ സിനു. താളവാട് കൊടുത്തണ്ട. അങ്ങനെ ചായ കുടിച്ച് നമ്മളെ ഫോട്ടോക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ നേരെ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോവാണ്. പിന്നെ അതുപോലെ തന്നെ പെങ്ങളെ വീട്ടിലും പോകാണ്ട്. ഫായിമും ഫാഹദും ഒക്കെ ഉണ്ട് അവിടെ. പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ ഫുഡുകളൊക്കെ എന്താ നോക്കണം. പോയിട്ട് ഒരു തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ടേസ്റ്റ് ചെയ്യണം പോയിട്ട്. ബിരിയാണി അവരുണ്ടല്ലോ, എമ്മി ടേസ്റ്റിയാണ്. അളിയൻ്റെ ബിരിയാണി ഉണ്ടല്ലോ, എമ്മി ടേസ്റ്റിയാണ്. കുറച്ച് പോയിട്ട് ടേസ്റ്റ് ചെയ്യട്ടെ. ഈദ് മുബാറക്. ആയിട്ടല്ലോ കിടന്നുറങ്ങുന്നു.
നീക്കടാ നീക്കടാ. ഇത് പറക്ക് ഇത് പറക്ക്. മുണ്ടിട്ടുണ്ട് വണ്ടിയിലുണ്ട്. നമ്മളെ തലശ്ശേരി ദം ബിരിയാണി ഇരിക്കുന്നു. നമ്മളെ പെങ്ങന്മാരെ മക്കളെല്ലാരും കിട്ടിയിട്ടുണ്ട്. നമ്മളെ പെങ്ങന്മാരെ മക്കളെ കൂട്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണ്. ഒരു ഇത് മുബാറക്ക് പറയൂ. ഇത് മുബാറക്ക് പറയൂ. എല്ലാവർക്കും എന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇത് മുബാറക്ക്. അതെ അടുത്താളത് പോണ്. അടുത്താള് നിക്കണവിടെ. അതെ ജീൻസ് പാന്റിൽ നിന്നും മുണ്ടിലോട്ടുള്ള വേദന. ഇത് മുബാറക്ക് പറയും. ഞാൻ വന്നപ്പോ കിടന്നുറങ്ങിയത് നേരത്തെ കിടന്നുറങ്ങാ. നമ്മളെ കണ്ടില്ലേ കുടുംബത്തൊക്കെ പോയി എല്ലായിടത്തും കണ്ട് തറവാട്ടിലേക്ക് കയറി ഒരു പത്തിരി ബീഫും തേങ്ങാപ്പാലും ബീഫ് കറിയും പത്തിരി. നമ്മളെ ഫോട്ടോ എടുത്തിട്ട് വരട്ടെ. എവിടെ പോവും? എവിടെങ്കിലും പോവാം. ആസിമ വരുന്നേട്ടാ. നമുക്ക് എന്താ ഇവിടെ പോവാ. ആസിം നമുക്ക് ഇവിടെ പോവാ. ഇവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ പോവാ. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ. നല്ല ആംബിയൻസ് ആണ് അവിടെ. ഓക്കെ വ്യൂ ആംബിയൻസ് വ്യൂ അല്ല. ഗൈസ് ഇപ്പൊ ഞങ്ങളിങ്ങനെ വീട് തപ്പിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കട്ടാ. ഞങ്ങളൊരു വീടിന് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വീട് കിട്ടിയാൽ അവിടുന്ന് നല്ലൊരു കുറച്ച് ഫോട്ടോ എടുക്കാം. അതാണ് നമ്മളെ പരിപാടി ഇട്ടാ. ബാക്കിൽ തന്നെ നമ്മളെ വേറെ 2 ടീംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ലൊരു വീടൊന്നും ഇപ്പോഴും കണ്ട് കിട്ടിയിട്ടില്ല. കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഈ സൈഡിൽ ഷെബിറാക്കാന്റെ സ്ഥലത്തിന്റെ അവിടെ ഒരു വീടുണ്ടല്ലോ. ഈ കാണുന്ന വീട്. എടാ ഈ വീട് സമ്മതിക്കോ? ഈ വീട്ടുകാർ സമ്മതിക്കോ? നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കിട്ടിയിരിക്കണ്. എന്നിട്ട് ഇവൻ വരുന്നില്ല. ഇപ്പം എനിക്ക് ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ഇത്ര ഇൻട്രോവേർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ കാണുന്ന വീട്ടിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകട്ടെ. വാ വാ വാ. എങ്ങനെ എന്താ ചെയ്യണ്ടേ? അവിടെ നിങ്ങളുടെ ഗ്ലോ കിട്ടുന്ന രൂപത്തിൽ അല്ലേ? ഞാൻ എടുത്തരാം. നിക്ക് ഗ്ലോ കിട്ടുന്ന രൂപത്തിൽ എടുത്തരാം. ഗ്ലോ വേണ്ട. ഫുള്ളൊന്ന് കാര്യങ്ങൾ നടക്കുന്നത് ഫഹദാണ്. ഫഹദിന് ഐഫോൺ കിട്ടിയ ഞങ്ങൾ സന്തോഷമാണ് ഗൈസ്. എന്താ പറയാൻ ഉമ്മാനോട് ഒരുപാട് നന്ദി ഞങ്ങൾക്ക് പറയാണ്ട് ഈ ഒരു അവസരത്തിൽ. ഉമ്മാനോട് ഉപ്പാനോടും. കാരണം ഓനാക്കിട്ട് മോഡലായി മാറാൻ തോന്നുന്നുട്ടാ. ഇനി ഉമ്മ തിരിച്ചു വരുമ്പോഴത്തേനും ഓ മോഡലായിട്ടുണ്ടോ ഉറപ്പാണ്. കേട്ടില്ല ഇന്നത്തെ ഫോട്ടോ മൊത്തം എടുത്തതിന്റെ ബാക്കിത്തെ നിങ്ങൾ കയറ്റി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇവിടെ നിന്ന് റെഡി ആയി. കണ്ടോ ഓഫ് ആക്കിക്കോളാം. സിംഗിൾ ആയാലും റെഡി ആയി. മടക്കണ്ടടാ ഇങ്ങനെ പിടിക്കാന്. അങ്ങനെ പിടിക്കാനാ. എടാ ആ ഓട്ടോമൊബൈൽ നിർത്തിക്കളെ. എന്നിട്ട് മോഡലിംഗിൽ ഇറങ്ങിക്കോ. താല്പര്യമുണ്ട്. ജിമ്മും ബോഡിയും കൂടെ സെറ്റ് ആക്കി ആഗ്രഹമുണ്ട്. ബോഡി ബിൽഡർ ഇറങ്ങിയതിനു ശേഷം മോഡലിംഗ് നോക്കാൻ ഒരു ആഗ്രഹം. ഐഫോൺ കിട്ടുമ്പോ ആൾക്കാരെ സ്വഭാവം പെരുമാറ്റൊക്കെ ഇതൊരു 1.5 മാറ്റിട്ടാ. ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോ എടുക്കണ മൈൻഡ് വളരെ കുറവാണ്. എപ്പോഴെങ്കിലും നമ്മൾ നിർബന്ധിച്ച് ഫോട്ടോ എടുപ്പിക്കലാണ്. ഫോൺ കിട്ടിയതോടു കൂടി ഫാദു ആകെ മാറിയിരിക്കുന്നു. പിന്നെ അതിന്റെ ശേഷം തന്നെയാണ്. പക്ഷെ നല്ല ഫോണില്ല. പക്ഷെ ഇപ്പൊ നല്ല ഫോണ് കിട്ടിയാലും കുറച്ച് ഇൻട്രസ്റ്റ് കൂട്ടി. സംഗതി ഒന്നുമല്ല. എത്ര സമയം വേണ്ടി എനിക്ക് മാറ്റി. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. അന്നിൽ കുറെ വീഡിയോ ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്ത് തരണം. അല്ല ഞാൻ പറഞ്ഞുതരാം. ഇത് എന്താ പറയാ, എനിക്ക് ഈ ഒരു തരം ഫോട്ടോ എടുക്കാനുള്ള മൈൻഡല്ല. മറ്റുള്ളവര് എന്നെ സങ്കടപ്പെടുത്തിയിട്ടും സന്തോഷത്തോടെ ഇരിക്കുന്നു. ഞാൻ മാത്രം സങ്കടപ്പെട്ടിരിക്കണം എന്തിനാ? ഒന്നാമത്തെ റീസൺ അത്. രണ്ടാമത്തെ ആർക്കൊരു തേപ്പ് കിട്ടിയ പോലെ ഉണ്ടല്ലോ സംസാരത്തിൽ മൊത്തം. പ്രേമ തേപ്പ് കിട്ടിയ പോലെ തേപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ആയതിനാണ് തേപ്പ് എന്ന് പറയാ. അത് മാമന്മാരൊക്കെ ഇവിടെ ഇരിക്കണം. മാമന്മാരൊക്കെ ഒന്ന് പെണ്ണ് കെട്ടിട്ടാ. ഞങ്ങള് കാരണവന്മാര് കണ്ടത് ഞാൻ ചെയ്യാനാ. അതല്ല കഥ. ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ പ്രേമത്തിലായാലാണ്, റിലേഷൻഷിപ്പിലായതിനു ശേഷമാണ് ബ്രേക്കപ്പ് എന്നുള്ള സ്റ്റേജ് വരിക. കഴിഞ്ഞിട്ട് നമ്മൾ പ്രപ്പോസ് ചെയ്ത് റിജക്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ കാത്തിരിക്കുന്നു. 2-3 കൊല്ലം കാത്തിരിക്കുന്നു. എന്നിട്ടും അവര് നോ എന്ന് പറഞ്ഞിട്ട് പറ്റൂല എന്ന് പറയണത്. അവര് ഹാപ്പി ആയിട്ടിരിക്കണ്. ഞാൻ മാത്രം അങ്ങനെ സങ്കടപ്പെടുന്നിട്ട് എനിക്കെന്ത് ഞാൻ കെട്ടാനാ? പോയത് പോട്ടെ. നേര് പോയാ മലര് വരും. മലര് പോയാ വേറെ ഒന്നും പറയണ്ട വരും. ഏഞ്ചലൊക്കെ വേറെ കമ്പനീന്റെ പേരാണ്. ഞാൻ പറയണില്ല. ഞങ്ങൾക്കറിയാം. വലിയ സീനൊന്നുമില്ല. നമ്മള് മറ്റേ ജർമ്മനിന്ന് മദാമനൊരു ഇറക്കുമ്പോള് അല്ല പിന്നെ ഓ മൈ ഗോഡ് എന്തായാലും നടക്കട്ടെ. പോയി പണി നോക്കുന്നു പറ്റൂല. അത് എന്നോട് പറയും. എന്നോട് അങ്ങനെ പറയൂല ഇനി. അപ്പൊ ഗായ്സ് അപ്പൊ ഞങ്ങൾ അടുത്ത ഫോട്ടോ എടുത്തിട്ട് വരാം. എന്തായാലും നമ്മുടെ എനിക്ക് ആഗ്രഹമുണ്ട്.
ചിരിക്കടാ ചിരിക്കടാ ഇനി അങ്ങോട്ട് പോയി നിന്നെ നോക്കി ഇന്നെ നോക്കി ചിന്ന ഡൗൺ ആക്ക് ചിന്ന ഡൗൺ എന്താണ് ചിന്ന ഡൗൺ ആക്ക് അങ്ങനെ കിട്ടാ നല്ല ഇരിക്ക് നല്ല രസമുണ്ട് കാണാൻ നേരം തിരിച്ചങ്ങടിച്ച തിരിയട്ടാ ആ അവിടെ നിക്കാ അവിടെ നിക്ക ഇതല്ല വലിയ മര്യാദക്ക് ചിരിക്കണം നല്ല രസമുണ്ട് കാണാൻ നിങ്ങൾ കണ്ണുവട്ടനൊക്കെ നമ്മളിന്ന് ലെവലിലായിട്ട് നമ്മള് വീഡിയോ എടുക്കണത്. ഇപ്പൊ ഫായിമാണ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. ഫായിമാണ് ഫോട്ടോ എടുത്തോണ്ടിരിക്കണത്. നമ്മളെ ഇനി തിരിച്ചിട്ട് ഫാദു കാണിച്ചാ നമ്മളെ ഫാദു കാക്കന്റെ ഫോട്ടോ എടുക്കലാണ്. വിവാക്കിയാണ് ഫോട്ടോ എടുക്കുന്നത്. നോക്കട്ടെ ആ ചിരി ഒന്ന് നോക്കട്ടെ. താങ്ക് യു നമുക്ക് വ്ളോഗ് എടുത്തന്ന് സഹായിക്കണ നമ്മളെ ആസിമിനോട് ഒരുപാട് ഇത് ഇങ്ങനെ പിടിക്കണം അപ്പോഴേ വിടാൻ പറ്റുള്ളൂ. ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവരുടെ അവസരത്തിൽ. പിന്നെ അതുപോലെ ഫോണ് നന്ദി നമ്മളെ ഫഹദിനോട് നമ്മൾ പറയണ്. ഫഹദിന്റെ കൂടെ കുറച്ച് ഫോട്ടോ എടുക്കാണ്ട്. ഇപ്പൊ ഫാഹിമിന്റെ ഫോട്ടോ എടുക്കുന്നത് ഈ ഫഹദ് അത് കഴിഞ്ഞതിന്റെ ശേഷം മാച്ചിങ്. അപ്പൊ നമ്മൾ കുറെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. നമ്മൾ ആച്ചിമിനെ കാണിച്ചു ഫ്രം തലശ്ശേരി കണ്ണൂർ. ഒരാള് വരുന്നില്ല എന്ന് പറഞ്ഞാല് ഭയങ്കര മടിയെന്ന് ഫോട്ടോ എടുക്കാൻ വരാനൊക്കെ ഭയങ്കര ഓനക്ക് അറിയണ ആൾക്കാരാണ് അവൻ എന്താ ചെയ്യാ. അറിയണ ആൾക്കാരാണെങ്കിലും പേടിച്ച് മാറിക്കും. ഇത് ഓൻ അറിയ പോലും ഇല്ല. ഓൻ ആരാന്ന് പോലും അറിയില്ല. എന്നിട്ട് ഫോട്ടോ ഇഷ്ടമായ എടുത്ത ആൾക്കാർ ഇന്ന് ക്യാമറമാൻ ഇന്ന് ഫാദു സ്റ്റാർ ഓഫ് ദ മെൻ ഫാദു ആണ്. ഞാൻ ഫാദുവിനെ കൂടെ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ നല്ലൊരു സ്റ്റോറി ഇടാം അല്ലേ? ഞാൻ എൻ്റെ എടുത്തരാം. ഫാദു ഇരിക്കണം. കിട്ടിയതിൻ്റെ ശേഷം ഉണ്ടല്ലോ ഐഫോൺ കിട്ടിയതിൻ്റെ ശേഷം എല്ലാവിധ പോസും പഠിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ എല്ലാം ഇങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫാദു അല്ലേ? യൂട്യൂബിൽ ഇപ്പൊ അതന്നെ കാണുള്ളൂ തോന്നുന്നു. എന്തായാലും പക്ഷെ നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എങ്ങനെ ഹൗ ടു ഗെറ്റ് എന്തൊക്കെയാണ് അബീബൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കലാണ്. ഫോട്ടോ എടുക്കുന്നത് ഫഹദാണ്. രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പക്ഷെ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പറയാനുണ്ട്. ശ്വാസം മുട്ടിയാ ഇനി അവിടെ എന്താ ചെയ്യാ? അബിവാക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചിന്നോട് മാത്രം കൊടുത്താൽ മതി. അവനും കൊടുക്കും. അവിടെ നിന്നോൾ ഓടിപ്പോവില്ല. എന്താ ചിരി. നിന്നിട്ട് തലവേദന ആയിപ്പോയി. എന്താ ചെയ്യാൻ ഇവരെ കൊണ്ടല്ലോ. അടുത്ത പോസ്റ്റ് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോകണം. അബീബാക്കിയും ഫാദുക്കൊക്കെയാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇന്ത്യക്കൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഷൂ ആരാന്റെ ഷൂ ആണ് നമുക്കറിയാം. അത് നമുക്കറിയാം. എന്താ മൊഞ്ചിലേ. എന്റെ പോലത്ത് പോയിട്ടാ ആരുടെ ഈ പ്രാവശ്യം നല്ല ഫോട്ടോ കിട്ടിയിരിക്കുന്നു. ഇത് രസമുണ്ട്. ഒന്നും കാണുന്നില്ലല്ലോ. ഓ ഇന്ത്യ ഇങ്ങനെ ഒരു കോലാണ് ആദ്യമായിട്ടാ കാണുന്നത്. ഞങ്ങളൊരു റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോട്ടെ. അങ്ങനെ ഹഗ് ചെയ്യണ റീൽസ് ഉണ്ടല്ലോ. എല്ലാരും ഈദ് മുബാറക് ഇപ്പുറത്ത് വെക്ക് ക്യാമറാമാൻ ഫഹദാണ് ഇപ്പൊ പോസ് പറഞ്ഞു കൊടുക്കുന്നത്. കാര്യങ്ങൾ
ഐഫോൺ കിട്ടി ഞങ്ങൾ സന്തോഷമാണ് guys. എന്താ പറയാന്ന് പറയാ ഉമ്മാരോട് ഒരുപാട് നന്ദി ഞങ്ങൾക്ക് പറയാണ്ട് ഈ ഒരു അവസരത്തിൽ ഉമ്മാരോട് ഉപ്പാരോട് ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ചാ മോഡലായി മാറി ഉമ്മ തിരിച്ചു വരുമ്പോഴത്തേനും ഓ മോഡലായി അങ്ങനല്ല ഇവിടെ ഇന്നത്തെ ഫോട്ടോ മടക്കി കുത്തന്നെ ട്രൗസർ കാണും സിമ്പിളായി ഇങ്ങനെ മടങ്ങ അപ്പൊ അവിടെ ഇത് കൂടുതലാണെങ്കിലേ ഇതിങ്ങനെ കയറ്റി പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക ഇവിടുന്ന് റെഡി ആയി കണ്ടാ സിംഗിൾ ആയാലും റെഡി. ഇങ്ങനെ മാഷാ അല്ലാ ഞങ്ങളെ ഫാദുവിനോട് നമ്മൾ നന്ദി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നമ്മളെ ഫോട്ടോ എടുക്കൽ പരിപാടി തീർന്നിരിക്കട്ടാ. ഫാദർ ടീം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോസ് ഒക്കെ ലാസ്റ്റ് ഫോട്ടോ ഞങ്ങളെ സമയം കളഞ്ഞത് ഇവനാണ്. ഞങ്ങൾ ഇഷ്ടം വേണ്ടി സമയം കളഞ്ഞത് ഇവനാണ്. എടുപ്പിച്ചു നല്ല അടിപൊളി പോസ് പറഞ്ഞെടുത്തു, എങ്ങനെ നിൽക്കണെന്ന് പറഞ്ഞെടുത്തു, നല്ല എല്ലാം നോക്കി. ഇപ്പോഴാണ് ഒരു എട്ടായതാ. ഗൈസ് അപ്പം അങ്ങനെ കുറേ നേരം കിടന്നുറങ്ങി നീച്ചപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ അതിഥികൾ വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്ക്. ഇപ്പൊ കാണിച്ചു തരട്ടെ. എല്ലാവർക്കും വേണ്ട ഒരു ഈദ് മുബാറക്ക് പറയും. മൂടില്ലേ ഇതിലല്ല, എന്നാലും ഇന്റെ വക ഞാൻ പറയാം ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. നമ്മൾ ട്രിപ്പ് ഉണ്ടേ ഈദ് മുബാറക്. ഈദ് മുബാറക് പറയാം. അപ്പാന്റെ വ്ളോഗിൽ കൂടെ പറയും ഈദ് മുബാറക്. സൂപ്പർ പറയണ റിസാനെ. വാച്ചൊക്കെ ഫ്രീക്കറായി കിട്ടാ. ഹലോ സബ്സ്ക്രൈബർ വീഡിയോ ഒക്കെ കാണിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്റെ പേര് പറഞ്ഞിട്ടപ്പോ ഇപ്പൊ പേരൊന്നും പറയണില്ല. എനിക്ക് എന്തോ പറ്റിക്കണ് ഗായ്സ്. ട്രിപ്പ് പോണ്ടേ ഊട്ടിക്ക്? ട്രിപ്പ് പോണ്ടേ? ഈദ് മുബാറക്ക് ഇതവിടെ അവസാനിക്കാനായിരിക്കും. 5 മണിയായിരിക്കുന്നു. ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വൈകുന്നേരം ഫായും ഫ്രീ ആവും. അപ്പോൾ എങ്ങനെയൊക്കെ പുറത്തു പോകാൻ പ്ലാനുണ്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇതൊക്കെ തന്നെ നമ്മളെ ഈദ് തന്നെ. ഞാൻ പിന്നെ കുറേ ദിവസം ഡെയിലി കടമായിട്ടൊരു ചെറിയൊരു പൊറുതിയേടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വീട്ടിൽ ഇരിക്കാന്ന് വെച്ചാൽ കുറച്ച് ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇന്നും ലീവ്, നാളെയും ലീവ്. അത് കഴിഞ്ഞിട്ട് ഇനി കടയിൽ പോകുള്ളൂ. ഇൻഷാല്ലാ ചിലപ്പോൾ നമ്മൾ വയനാടേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടാ നടന്നാൽ മതിയായിരുന്നു. നടക്കും നമ്മൾ പ്രതീക്ഷിക്കും. നമ്മൾ ഊട്ടി ട്രിപ്പിൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ചിലപ്പോൾ അല്ല നടന്നിരിക്കും അത് എന്തായാലും. അപ്പം ഇനി വൈകുന്നേരം ഫായ്മ വന്നിട്ട് കാണാം. ഈദ് മുബാറക്. എവിടെയൊക്കെ കുറെ കാലത്തിന് ശേഷമല്ല കണ്ടതിൽ സന്തോഷം. അസ്സലാമലൈക്കും. ഈദ് മുബാറക്. ഹായ്, കൊറേ അല്ലേ കണ്ടിട്ട്. ഇത് റഫീലത് പെട്ടെന്ന് മനസ്സിലായിട്ടാ. സലാമ കൊടുക്കുന്നു. എവിടുന്ന്? ഇവിടെ തരായിക്കുന്നു. അപ്പൊ ഗായ്സ് അങ്ങനെ കൊറേ നേരം കിടന്നൊക്കെ ഉറങ്ങിയ സൗണ്ട് എടുക്കും. ഫൈവ് കുറച്ചു നേരം കിടന്നൊക്കെ ഉറങ്ങിട്ടാ. എങ്ങനെ? അതെ, ചങ്ക്. അതെ, നമ്മളെ ചങ്കും ചങ്കെടുപ്പുമായിട്ടുള്ള നമ്മളെ സ്വന്തം ഫായ്മിത വന്നിരിക്കുന്നു. ഒരാൾക്ക് കാറില്ലാത്ത പ്രശ്നമായിരുന്നു. പെരുന്നാൾക്ക് കാറില്ല, എവിടെയും പോകാൻ എവിടെയും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ ഭയങ്കര ചൂടാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാറിനെ എനിക്ക് ഒപ്പിച്ചെന്നിരിക്കുന്നു അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ ഒരാൾ ദേഷ്യമൊക്കെ പിടിച്ചിട്ടുണ്ടായത് അതൊക്കെ മാറിയിട്ടുണ്ടാവും വിചാരിക്കും നമ്മളെന്തായാലും. അപ്പൊ ഞങ്ങൾ എന്തായാലും കർമ്മയിൽ പോയിട്ട് വരട്ടാ. നമ്മള് ബാക്കിൽ ഫുൾ ടീംസ് ഉണ്ട്. ഇന്നത്തെ ഈദ് സത്യം പറയാലോ അങ്ങ് എല്ലാം കൊണ്ടും വൈബായിട്ടാ. നമ്മള് കർമ്മയിലും കൂടെ പോയി ഒരു ചായ കുടിച്ച് കണ്ട് തിരിച്ചു വരാന്ന് വിചാരിച്ചു. എന്നിട്ട് ഒന്നും കൂടെ പുറത്തൊക്കെ ഒന്ന് പോകണം. നമ്മള് രണ്ടാളും കൂടെ ഒന്ന് പുറത്ത് വന്ന് പ്ലാൻ. നമ്മള് കുറേ മുന്നേ തന്നെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പെരുന്നാളിൽ എന്തായാലും
ഇൻഷാല്ലാ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നിട്ട് കിടക്കാം. കുറേ സമയം നമുക്ക് പുറത്തൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് വരാൻ നടക്കണം. ബസ് വരില്ല അജിന്റെ തലശ്ശേരിക്ക് പറഞ്ഞേക്കോന്നൊക്കെ ചോദിച്ച ഒരാളാണ്. നമ്മൾ ഈ തലശ്ശേരിക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ വൈബാക്കുമെന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ നമ്മൾ വൈബാക്കാൻ വേണ്ടി പോകട്ടെ. ഇൻഷാല്ലാ ഹൈറാക്കും നമ്മൾ. എങ്ങനെ ഹൈറാക്കും കണ്ടോളൂല്ലേ? ഹലോ ഹബീബ് ബ്ലോഗറാണ്, ഹബീബ് ബ്ലോഗറാണ്. എല്ലാരും ഉണ്ടല്ലോ, എല്ലാരും ഉണ്ടല്ലോ. ഹായ് 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 അടിയാ. ചാടലെന്താ ചാണേക്കുമല്ലേ അതൊക്കെ അങ്ങനെ ഡ്രൈവിംഗ് അറിയാന്നുള്ളത് തെളിയിച്ചത് ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിട്ടില്ല. നിർത്തുമ്പോഴും ഇതാക്കുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അത് നമ്മൾ വണ്ടി എന്ന് പറയുന്ന സാധനം വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. വിചാരിക്കുന്നേ നമ്മൾ വണ്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്തെടുത്ത് റെഡിയാണ് സാധനം. മനസ്സിലായോ? നമ്മൾ ഇത് ചെയ്യാൻ നിന്നേനാൽ ഇത് ഒരിക്കലും റെഡി ആവില്ല. സത്യമാണ്. നമ്മൾ ഈ അങ്ങനെ ഉമ്മാനൊക്കെ ഇറക്കി കൊടുത്ത് ഞങ്ങളിപ്പോൾ നേരെ ഒന്ന് പരപ്പനങ്ങാടിയല്ല, സോറി താനൂരിൽ നിന്നൊരു ചായ അടിക്കാൻ വേണ്ടി ചെറുതായിട്ട് കുറേയുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈദ് എന്തായാലും ഈ പ്രായത്ത് കളറായില്ല, അടിച്ച് പൊളിച്ച് ഒന്നും പറയല്ല, നമ്മൾ തകർത്തിരിക്കുകയാണ് നമ്മളെ ഈദ്. ഞങ്ങളൊരു ചായ കുടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചായ ഞങ്ങളിവിടെ പാർസൽ വാങ്ങിച്ചിട്ട് അതിരിക്കുന്നത് 2 ചായ, പിന്നെ അതുപോലെ എന്താ ഓംപ്ലേറ്റ്, ബ്രെഡ് ഓംപ്ലേറ്റ്. എങ്ങനെയുണ്ട് നമ്മളെ യാത്ര? എങ്ങനെയുണ്ട് പെരുന്നാൾ ട്രിപ്പ്? താനൂര് വരാണെങ്കിൽ നമ്മളെ പെരുന്നാൾ ട്രിപ്പ് അടിപൊളിയാണ് അല്ലേ? അടിപൊളി എന്ന് ഒരാളിനോട് ഞങ്ങൾ താങ്കി വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക. കാരണം ഞങ്ങൾ എന്തായാലും ഇറങ്ങി എങ്ങനെ വണ്ടി തന്നു, ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റി. വണ്ടി എടുക്കല. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങളത് കഴിക്കട്ടെ അളിയൻ ഒരു പീസ് എടുക്കട്ടെ. ഞാൻ കഴിച്ചിട്ട് കാണിച്ചാ സംഭവം അടിപൊളി. അടിപൊളി.